പ്രേക്ഷകൻ കൂടി നമ്മോടൊപ്പം ഇപ്പോൾ ഉണ്ട്. തൃശ്ശൂരിൽ നിന്നും കണ്ണനാണ്. കണ്ണൻ, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ ഇന്ത്യയുടെ ജയൊക്കെ കണ്ടിട്ട്? ഇങ്ങനെ ത്രസിച്ചു പോയോ? ജയം കണ്ടിട്ട് ഞാൻ ജയം എല്ലാ കളികളും കാണാമെന്നാണ്. പക്ഷെ ഇന്നലത്തെ വെസ്റ്റിന്റെ ഇതിലിരുന്നിട്ട് കളി ഭയങ്കര ഇതായി പോയി. ഞാൻ നേരത്തെ പടക്കം ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് കടയിലേക്ക് പോയൊന്നും കിട്ടിയില്ല. ഓക്കെ, അപ്പൊ ഏതാ കണ്ണ അതിന്റെ ഒരു നിർണായകമായത്? നിർണായകമായത് സൂര്യകുമാറിന്റെ ക്യാച്ച്, ഡേവിഡ് മില്ലറെ പുറത്താക്കിയത് അല്ലേ? ഡേവിഡ് മില്ലർ പുറത്താക്കിയ ക്യാച്ചിലൂടെയാണ് ഇന്ത്യ തിരിച്ചു വന്നത്. ഓക്കെ, താങ്ക് യു. ആ ക്യാച്ച് വളരെ വളരെ ഒരു ഇതായിരുന്നു. ഉറപ്പായിട്ടും അവിടുന്ന് ഇന്ത്യയുടെ കയ്യിലേക്ക് വന്നു. മില്ലർ പോയോടുകൂടി നമ്മൾ ജയം ഉറപ്പാക്കി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ എന്തായാലും പടക്കമൊക്കെ ഇന്നലെ കിട്ടിയില്ല, കുഴപ്പമില്ല. ഇന്നാണെങ്കിലും പോയി വാങ്ങി അങ്ങ് പൊട്ടിക്കാം. ഇപ്പൊ ആഘോഷം തുടരട്ടെ. എന്തായാലും പൊട്ടിക്കണോ? പൊട്ടിക്കാം. ഓക്കെ, സുദീപ് തന്നെ പ്രേക്ഷകൻ കൂടി ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. സുദീപ് എവിടെ നിന്നാണ്? സുദീപ് അല്ല, സുധീർ എന്നാണ് എന്റെ പേര്. സുധീർ എന്നാണ്. ഓക്കെ, സുധീർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ കളി? കണ്ടോ? ഫുള്ള് കളി കണ്ടു. പക്ഷെ എനിക്കൊരു ഏറ്റവും തീരാ നഷ്ടമുണ്ട്. എന്റെ അമ്മ ഈ കളി ഇരുന്ന് കാണുമായിരുന്നു. ഇപ്പൊ എന്റെ അമ്മ മരിച്ചിട്ട് ഏകദേശം 1 വർഷത്തോളമായി. പക്ഷെ ഈ എന്റെ അമ്മയായിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന സകല ഫൈനലുകളിലും കണ്ടിട്ടുള്ള ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച്. പക്ഷെ അതൊരു തീരാ നഷ്ടമായി. പക്ഷെ ഇന്നലത്തെ വിജയം എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു കേട്ടോ. അമ്മ ഒരു ക്രിക്കറ്റ് ആരാധികയായിരുന്നോ? ക്രിക്കറ്റ് ആരാധിക രോഹിത് ശർമ്മയുടെ കട്ട ഫാനായിരുന്നു. എന്തായാലും അമ്മയ്ക്കും സന്തോഷമായിട്ടുണ്ടാകും. പിന്നെ ഇന്നലത്തെ നിർണായക ഓവർ എന്ന് പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ ആ 19ാം ഓവറിന് അർഷദീപ് 4 റൺസ് ഞാൻ വിട്ടുകൊടുത്തോളൂ. അതാണ് ആ കളിയുടെ നിർണായകൻ. അതിൽ നിന്ന് ഏകദേശം ഒരു 10 റൺ അങ്ങനെ അധികം പോയിട്ടുണ്ടെങ്കിൽ ഹർദിക് പാണ്ഡ്യയുടെ ആ ഈ ഓവർ എറിയാനുള്ള ധൈര്യം കുറഞ്ഞു പോകുമായിരുന്നു. ആ 16 റൺസ് ഡിഫറൻസ് കിട്ടിയതിനെ കൊണ്ടാണ് ഇന്ത്യ അത്രയും ആ ലാസ്റ്റ് ഓവറിൽ കളി ജയിക്കാനുള്ള ഏക കാരണവും മില്ലർ അങ്ങനെ കൂളായിട്ട് അടിക്കാനും തോന്നിയതും മില്ലറിന്റെ ക്യാച്ച് സൂര്യകുമാർ എടുത്തതും അതൊരു നിർണായക പോയിന്റാണ്. ആ 19ാം ഓവറിലെ ആ 4 റണ്ണുണ്ടല്ലോ, അതാണ് നിർണായകം. അർഷദീപിന്റെ അത്രയും ടൈറ്റ് വരാൻ കാര്യമാണ് ആ ലാസ്റ്റ് ഓവറിൽ. അതാണ് കളിയുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ ആയിട്ട് ഞാൻ കാണുന്നത് കേട്ടോ. ഓക്കെ, എന്തായാലും സുധീർ, താങ്ക് യു സോ മച്ച്. എന്തായാലും പ്രദീപ് കുമാർ ഉണ്ട് തിരുവല്ലയിൽ നിന്ന്. പ്രദീപ്, എങ്ങനെയുണ്ടായിരുന്നു മത്സരം? ഒക്കെ പൂർണ്ണമായും കണ്ടോ? ഇന്ത്യ ഇങ്ങനെ ഒരു ജയം സ്വന്തമാക്കുന്നത് ഒരുപക്ഷെ മത്സരം ഇടയ്ക്ക് കൈവിട്ടതല്ലേ? എന്നിട്ട് ഇന്ത്യ തിരികെ എത്തിയപ്പോൾ സന്തോഷം തോന്നിയില്ലേ? പ്രദീപ്, കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആ മില്ലറിന്റെ ഒരു ക്യാച്ച്. ആ ക്യാച്ചാണ് വളരെ നിർണായകമായത്. മില്ലറിന്റെ ക്യാച്ചാണോ ക്ലാസിന്റെ വിക്കറ്റ് ആണോ നിർണായകമായത്? മില്ലറിന്റെ ആ ഒരു ക്യാച്ച് ഇല്ലായിരുന്നെങ്കിൽ കളി ഗതി മാറൂലായിരുന്നോ? അത് ശരിയാണ്. ആ ഒരു ക്യാച്ച് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. ആ ഒരു വിക്കറ്റ് കിട്ടിയത് തന്നെയാണ് വിജയം എന്ന് ഞാൻ വിചാരിക്കുന്നത്. കളി കണ്ട് പൂർണ്ണമായിട്ടും കണ്ടായിരുന്നു. ആ ഒരു ക്യാച്ചാണ് നിർണായകമായെന്നാണ് തോന്നുന്നത്. ക്യാച്ച് എടുത്ത രീതിയും അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാ ഈ ടൂർണമെന്റിൽ എല്ലാ മത്സരവും കണ്ടിരുന്നോ? എല്ലാ മത്സരവും കണ്ടായിരുന്നു. ഇന്ത്യ ഒരു കളി പോലും തോക്കാതെ വളരെ സന്തോഷം തോന്നി. ഓക്കെ, റൈറ്റ്, താങ്ക് യു പ്രദീപ്. ഉണ്ണികൃഷ്ണൻ എറണാകുളത്ത് നിന്ന്. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഇന്നലെ ഈ കളി കഴിഞ്ഞ് ആഘോഷം അത് എറണാകുളത്തൊക്കെ രാത്രിയൊക്കെ ഒരുപാട് നീണ്ടു എന്നുള്ള വിവരങ്ങളൊക്കെ ഉണ്ട്. അതായത് പൂർണ്ണമായിട്ടും നിരത്തിലേക്കൊക്കെ ഇറങ്ങി വൻ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. ഈ ആഘോഷങ്ങൾക്ക് പങ്കു ചേർന്നായിരുന്നോ? ഞാൻ ഫുള്ളായിട്ട് കളി കണ്ടു. എന്തോ? ഫുള്ളായിട്ട് കളി കണ്ടു. ഓക്കെ, എന്നിട്ട് മോനും ആഹ്ലാദിക്കായിരുന്നു ഇവിടെ. ഈ കളി ഞാൻ പറയുകയും ചെയ്തു 5-6 റൺസിനെങ്കിലും ജയിച്ചു തോന്നി. ഹലോ, ഓക്കെ, ശരി ഉണ്ണികൃഷ്ണൻ, താങ്ക് യു. എന്നാലും ഇടുക്കിയിൽ നിന്ന് രാജു എന്നൊരു ക്രിക്കറ്റ് ആരാധകനായിരിക്കും സ്വാഭാവികമായിട്ടും. രാജു, എങ്ങനെയാണ്? വലിയ ക്രിക്കറ്റ് ഫാനാണോ? ഇന്നത്തെ കളി കണ്ടിട്ട് സങ്കടം കൊണ്ട് സന്തോഷം കൊണ്ടൊന്നും കാണാൻ പറ്റിയില്ല. അയ്യോ, കണ്ടില്ലേ? ഇപ്പോ കണ്ടെങ്കിൽ നല്ല ചന്തം ഇരിക്കുമായിരുന്നു. ഭയങ്കര ഒരു പ്രയാസം. തോക്കുക എന്നുള്ളത് ഒരു സന്തോഷം, ഒരു സങ്കടം. എന്തായാലും ഇന്ത്യ ജയിച്ചതിൽ വളരെ സന്തോഷം. രാജു, എന്നിട്ട് എങ്ങനെയാ ഈ ജയം കഴിഞ്ഞിട്ട് ഇപ്പോഴും ആ ഒരു സന്തോഷം? സന്തോഷം കൊണ്ട് ടി വി കണ്ടോണ്ടിരിക്കും. ആണല്ലേ?
ആ അതെ 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 ആഹാ, ക്രിക്കറ്റ് ഒക്കെ ആസ്വദിക്കാറുണ്ടോ? ക്രിക്കറ്റ് ഒക്കെ ഇഷ്ടമാണോ? എനിക്ക് ഇഷ്ടമാണ്. ആ, ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരാണ്? അങ്ങനെ താരത്തിലൊന്നും എനിക്കറിയില്ല, എന്നാലും അവരെല്ലാരും ഇഷ്ടമാണ്. ഇന്ത്യ ജയിച്ചു, അതിന്റെ സന്തോഷം അല്ലേ? അതിന് ജയിച്ചു, അവരെല്ലാരും പ്രത്യേക ലാസ്റ്റ് 4 പന്താലൊക്കെ നിൽക്കുമ്പോൾ പേടിച്ച് എന്റെ ചങ്ങന്ന് അടിക്കുമായിരുന്നു. ആ, എന്താ പറയണ്ടേന്നറിയാം, തോക്കുവോ എന്നുള്ള ഒരു എന്താ പറയാൻ പോലും ഒന്നും ഇല്ലാത്ത ഒരു സന്തോഷം കൊണ്ട് വളരെ സന്തോഷം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇപ്പോഴും കണ്ണു തുറന്നിരിക്കുക. കണ്ണു നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഓക്കെ, അത് സന്തോഷം. എന്നുള്ള വികാരഭരിതരാണ് ഈ ആരാധകര്, പ്ലേയേഴ്സിനെ പോലെ തന്നെ അല്ലേ? ശരി, രാജു ആണ് ഇടുക്കിയിൽ നിന്ന് പ്രതികരിച്ചത്. അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ പ്രതികരിക്കുന്നുണ്ട്. ശിവരാജൻ തൃശ്ശൂരിൽ നിന്ന് പ്രേക്ഷകർക്ക് വിളിക്കാം. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ടെലിഫോൺ ലൈനിലൂടെ, ശിവരാജനാണ് തൃശ്ശൂരിൽ നിന്ന്. ശിവരാജൻ, മത്സരം മൊത്തം ഇരുന്ന് കണ്ടോന്നോ? മൊത്തം ഇരുന്ന് കണ്ടിരുന്നു. ആ, അനങ്ങിയില്ല കസേരന്ന്? അനങ്ങില്ല. ഞാനും എന്റെ ഒരു മകനുണ്ട്, അവന് 3 വയസ്സായി. ആ, അവന് ഞാൻ ഇരുന്ന് കണ്ടു. ഞങ്ങള് പോകുമ്പോഴേ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഈ ഏരിയയിൽ കളി കാണാൻ. ആ, ഞങ്ങൾ രണ്ടാളും ഇരുന്ന് കളി കണ്ട് ഞങ്ങൾ ആകെ തകർത്തു തന്നെ രണ്ടാളും. ആ, വൻ ആഘോഷമായിരുന്നോ മത്സരശേഷം? പിന്നെ ഞങ്ങൾ രണ്ടാളും, ഞാൻ കുറെ നേരമായി വിളിക്കണം. കിട്ടുന്നുണ്ടായിരുന്നില്ല. അത് ഈ പ്രേക്ഷകർ ഇങ്ങനെ വിളിക്കുന്നതുകൊണ്ടേ ലൈൻ ബിസി ആവുന്നതാണ്. പിന്നെ നമ്മുടെ സഞ്ജു ഇല്ലെങ്കിലും മലയാളി ഒരു പ്രാതിനിധ്യം ടീമിലുള്ള കാരണം നമുക്ക് കപ്പ് കിട്ടി. അതെ, അതാണ് ഇനി നമുക്ക് BCCIക്ക് ഒരു നിവേദനം കൊടുക്കണം. കാരണം മലയാളികൾ ഉള്ളപ്പോഴാണ് ഇന്ത്യൻ ടീം ലോകകപ്പ് ജയിക്കുന്നുള്ളൂ അല്ലേ? 4 കപ്പിലും ഇന്ത്യൻ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതെ, 4 കപ്പിലും. അതെ അതെ അതെ. പിന്നെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും പോകുമ്പോ ഒരു സങ്കടം. പുതിയ പ്ലേയേഴ്സ് വരട്ടേനെ. അതെ, കളി എന്തായാലും അടിപൊളിയായി. ഓക്കെ ഓക്കെ ശിവരാജൻ, എന്തായാലും സന്തോഷം. ആ സന്തോഷം നമ്മോടും പങ്കുവെച്ചതിന് ശിവരാജനും മകനും ചേർന്നാണ് ഇത് മത്സരം കണ്ടതെന്ന് പറഞ്ഞു. വിഷ്ണു തിരുവനന്തപുരത്തുണ്ട്. വിഷ്ണു, തിരുവനന്തപുരത്തൊക്കെ ഈ ക്രിക്കറ്റ് ജയത്തിന്റെ ഒരു ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു രാത്രി? പിന്നെ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നോ? അതെ അതെ. ആഹാ, അപ്പൊ എങ്ങനെയാ ഇന്നലെ ഇങ്ങനെ ഒരു ജയം നേടുമെന്ന് വിചാരിച്ചോ? കാരണം ഒരു സമയത്ത് 30 പന്തിൽ 30 റൺസ് മതിയായിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയിക്കാൻ. അതെ അതെ, അത് നല്ലൊരു കളിയായിരുന്നു. അവസാനം വന്നിട്ട് ആ ക്ലാസിന്റെ ഔട്ടും അതുപോലെ പറഞ്ഞു വിഷ്ണു. അതായത് രണ്ടും തമ്മിൽ അങ്ങോട്ട് മാറിപ്പോകുന്നുണ്ട് സൗണ്ടേ. അല്ലല്ല, TV-യിൽ ശ്രദ്ധിക്കണ്ട, ഫോണിൽ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. അത് നമ്മളെ ഹെൻറിച്ച് ക്ലാസിന്റെ ഔട്ടും നമ്മുടെ ബുംറയുടെ ബോളിംഗ്, പിന്നെ അവസാനം 30 ബോളിൽ 30 റൺസ് വേണ്ടിയിരുന്നില്ലേ? അപ്പൊ ഒരിക്കലും ജയിക്കുമെന്ന് വിചാരിച്ചല്ലേ. ഇപ്പോഴും ആൾക്കാർ ജയിച്ചിട്ടുണ്ട്, ആൾക്കാർ കൺഫേം അല്ല. ഓക്കെ, ആ രീതിക്കായിരുന്നു കളി. അവസാനം 1 മണി ഇരുന്ന് കളി കണ്ടു. അമ്മയ്ക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് നമ്മളെ രോഹിത് ശർമ്മ കഴിഞ്ഞ വർഷം ഇതിലെ കളി കഴിഞ്ഞപ്പം കരഞ്ഞിട്ടല്ലേ പോയത്. പുള്ളിയുടെ ആ ഒരു സന്തോഷം, കോഹ്ലിയുടെ ആ ഒരു റിട്ടയർമെന്റ് എല്ലാം കൂടെ ആയപ്പോഴേക്കും വളരെ വളരെ സന്തോഷമായി അല്ലേ? ഓക്കെ, കൊല്ലത്ത് നിന്ന് ശ്രീരാജ് എങ്ങനെയാ? ഒരുപാട് പേരെ വിളിച്ചിട്ട് കരഞ്ഞു, സന്തോഷം പങ്കുവെക്കാൻ അത് പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നു. ശ്രീരാജിന്റെ ഒരു അവസ്ഥ എന്തായിരുന്നു? എന്റെ അവസ്ഥ എന്ന് വെച്ചാല് ഇന്നലെ ആ കളി എന്ന് വെച്ചാല് തോൽവി എന്ന് പറഞ്ഞ കളിയാണ്. ആ തോൽവി നമ്മൾ ജയിലോട്ട് എത്തിയ നിമിഷം ഉണ്ടല്ലോ. അതെ, അത് എന്ന് വെച്ചാല് ക്യാച്ച് നമ്മുടെ അശ്വതികുമാർ ആ ക്യാച്ച് നമ്മള് എടുക്കുന്ന ക്യാച്ച് എന്ന് വെച്ചാല് ഭയങ്കരം, ഒന്നും പറയാനൊക്കത്തില്ല. അമ്മാതിരി ക്യാച്ചാണ് ചെയ്തത്. അതെ അതെ, ഉറപ്പായിട്ടും അത് അമ്മാതിരി ക്യാച്ചാ. അതെന്താ പറയാ, ദൈവത്തിന്റെ ഒരു. ഓക്കെ, താങ്ക് യു ശ്രീരാജ്. ആദിദേവ്